إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ റബ്ബിൻ്റെ സൃഷ്ടികളാണ്. ഉള്ളവനും ഇല്ലാത്തവനും, പണക്കാരനും പണിക്കാരനും പട്ടിണിക്കാരനും എല്ലാവരും ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. എല്ലാവർക്കും ഒരേ ഭൂമിയാണ്, ഒരേ ആകാശമാണ്. ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും സെയിമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ആദ്യത്തെ മനുഷ്യന് അറിയുന്നത് അള്ളാഹുവിനെയാണ്. ഷെയ്ഖുമാരെയും വലിയമാരെയും മറ്റാരെയും അറിയില്ല. അവിടെ ആദം അലൈഹിസ്സലാം വന്നപ്പോൾ ബിംബങ്ങളോ ജാറങ്ങളോ ദർഗകളോ മക്കാമുകളോ ഇല്ല. പുണ്യമരങ്ങളും പുണ്യപുഷ്പങ്ങളും പുണ്യ ഫോട്ടോകളുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മനുഷ്യൻ ഈ യൂണിറ്റിയുടെ ഒരു സിമ്പലാണ്. ഏകത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ, തൗഹീദിൻ്റെ. പിന്നെ എവിടുന്നാണ് ശിർക്ക് വന്നത്? എവിടുന്നാണ് അനൈക്യം വന്നത്? എങ്ങനെയാണ് ഫിർഖത്തുണ്ടായത്? യൂണിറ്റി മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? നല്ല 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 മനുഷ്യന്മാർ ലോകത്തുണ്ടായിരുന്നു. അവർ കോംപ്രമൈസിൻ്റെ ആളുകളായിരുന്നു, സുൽഹിൻ്റെ ആളുകളായിരുന്നു. ഫാമിലി പ്രോബ്ലം വന്നാൽ ഇവർ സുൽഹാക്കും. ഫൈനാൻസ് പ്രോബ്ലം വന്നാൽ, എന്ത് പ്രോബ്ലം വന്നാലും ഇവർ സുൽഹാക്കും. എല്ലാവർക്കും നല്ല റെസ്പെക്റ്റായിരുന്നു. അങ്ങനെ അവരോരോരുത്തരായി മരിച്ചുപോയി. അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു, ജനങ്ങളോട് പറഞ്ഞു, കണ്ടില്ലേ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ മൗത്തായി പോവുകയാണ്, ഇന്തിഖാൽ. അപ്പോൾ നമുക്കവരെ ഓർക്കണ്ടേ? അവരെ ഓർക്കണ്ടേ? വേണം. അതുകൊണ്ട് അവരുടെ ഒരു ബിംബമുണ്ടാക്കി വെക്കണം. VIP-കളൊക്കെ ഇരിക്കുന്നത് എപ്പോഴും ഒരു നല്ല സ്ഥലത്താണ്, ഉയർന്ന സ്ഥലത്തായിരിക്കും. ഇവരുടെ ബിംബങ്ങൾ ഈ അവരിയ്ക്കാറുള്ള സീറ്റിൽ പോയി വെക്കണം. അങ്ങനെ അവർ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ മക്കളും മരുമക്കളും പേരമക്കളുമൊക്കെ മൗത്തായി പോയി. അപ്പോൾ എന്തിനായിരുന്നു നമ്മുടെ കാരണവന്മാർ ഇങ്ങനെ ചിത്രം വെച്ചത് എന്ന് അറിവില്ലാതായി. കാരണം എഴുത്തുവിദ്യയില്ല, എഴുതി വച്ചിട്ടില്ല എന്തിനാണ്. അപ്പോൾ അവർ ഊഹിക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയി. കുറച്ച് ആൾക്കാർ, 5 ആളുകളുടെ മാത്രം ബിംബങ്ങൾ. അതെന്താ?
ഇവർ വലിയ ആളുകളായിരിക്കും, അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളായിരിക്കും, അവർ ഔലിയായിരിക്കും, അവർക്ക് ഗൈബ് അറിയുമായിരിക്കും. അങ്ങനെ വദ്ദയെ കാക്കണേ, സുവായെ രക്ഷിക്കണേ, യഗൂസയെ സഹായിക്കണേ, യഊഖയെ രോഗം മാറ്റണേ, നസ്റെ ഒരു കുട്ടിയെ തരണേ എന്നിങ്ങനെ അവർ ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു ഉണ്ട് ഡെഫിനിറ്റ്. അതിന് പുറമെ സെക്കൻഡറി ആയിട്ട് വദ്, സുവാഗ്, യഗൂസ്, യഊഖ്, നസ്ർ ഒക്കെ വന്നു. ആദം അലൈഹിസ്സലാമിൻ്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു. അപ്പോൾ ഒരു സെക്കൻഡ് നബി വന്നില്ല. കൊലപാതകമുണ്ടായിട്ട് നബി വന്നില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴൊന്നും നബി വന്നില്ല. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ ഫസ്റ്റായിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ വന്നപ്പോൾ, ദുആ വന്നപ്പോൾ അതാ വരുന്നു നൂഹ് അലൈഹിസ്സലാം, മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്. സ്വയമല്ല, സെൽഫായിട്ട് വന്നതല്ല, അള്ളാഹു അയച്ചു. എന്താ പ്രോബ്ലം? ഭൂമി കുലുങ്ങിയോ? ഇല്ല. പോവർട്ടി, ദാരിദ്ര്യമുണ്ടായോ? ഇല്ല. കൊലപാതകമുണ്ടായോ? ഇല്ല. പിന്നെന്താ? ശിർക്ക്. അതെന്താ പ്രോബ്ലം? അള്ളാനെയോ? ഓക്കെ. മൊയ്തീൻ ശേഖനെയോ? ഓക്കെ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. വോട്ട് നമ്മൾ പറയുന്ന പാർട്ടിക്ക് ചെയ്യണം. ശിർക്കോ തൗഹീദോ നോ പ്രോബ്ലം, നിസ്കരിച്ചാൽ മതി എന്ന് പറയും ചില ആളുകൾ. എല്ലാവരും നിസ്കരിക്കണം, ശിർക്ക് നോ പ്രോബ്ലം, അത് സില്ലി മാറ്ററാണ് എന്ന് പറയും ചില ആളുകൾ. നഊദു ബില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ പോവർട്ടിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ആളുകൾ വളരെ പുവറാണ്, വളരെ ചെറിയ വീടുകളാണ്, റോഡില്ല, പാലമില്ല, ടൗൺഷിപ്പുകളില്ല. 23 കൊല്ലം ലോകത്തിൻ്റെ രാജാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദഅവ ചെയ്തിട്ട് ബ്രിഡ്ജ് ഉണ്ടായിട്ടില്ല, റോഡ് ഉണ്ടായിട്ടില്ല, പാലസ് ഉണ്ടായിട്ടില്ല, റിസോർട്ടുകൾ ഉണ്ടായിട്ടില്ല. നോ ചേഞ്ച്. പഴയതുപോലെ റൊട്ടീൻ സുർക്കയും, പഴയതുപോലെ ഒട്ടകപ്പുറത്ത് സവാരി, ബസ്സില്ല, കാറില്ല, റോക്കറ്റുകളില്ല, ഒന്നുമില്ല. അപ്പം ചേഞ്ച് എവിടെ? കൽബിൽ. ചേഞ്ച് എവിടെ? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പൊളിറ്റീഷ്യൻസ്, സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ നായകന്മാർ, അവർ മൗത്ത് വരെയുള്ള ഒരു കുറച്ച് ദിവസത്തെ കാര്യമാണ് ശ്രമിക്കുന്നത്. ചേഞ്ച് ഉണ്ടാക്കുന്നു. റോഡ്, ബിൽഡിങ്ങുകൾ, ടൗൺഷിപ്പുകൾ, കണ്ടുപിടുത്തങ്ങൾ, വെരി ഗുഡ്, നല്ലതാണ്. നമുക്ക് അവരെ പ്രശംസിക്കാം. വി മസ്റ്റ് അപ്രിഷിയേറ്റ് ദം. ബട്ട് ചേഞ്ച്, മെയിൻ ചേഞ്ച്, ഫണ്ടമെൻ്റൽ ചേഞ്ച് ഫ്രം ഹെൽ ടു ഹെവൻ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്, അത് പെർമനൻ്റാണ്. റോഡ് ടെമ്പററിയാണ്, ബ്രിഡ്ജ് ടെമ്പററിയാണ്, എല്ലാ ഡെവലപ്മെൻറ്റ്സും ടെമ്പററിയാണ്. നബിമാരുടെ ചേഞ്ച്, നബിമാരുണ്ടാക്കിയ ഡെവലപ്മെൻറ്റ്, നബിമാർ നടത്തിയ വിപ്ലവം, അത് പെർമനൻ്റാണ്. സ്വർഗത്തിൽ പോയ ഒരാൾ പിന്നെ നരകത്തിലേക്ക് പോവില്ല. എന്നും പെർമനൻ്റ് സ്റ്റേ ആണ്. പെർമനൻ്റ് ക്വാർട്ടേഴ്സോ ഫ്ലാറ്റോ കൊട്ടാരമോ സ്വർഗത്തിലുണ്ട്. അതാണ് നൂഹ് നബി വരാൻ കാരണം. അപ്പോൾ ആ നുബുവത്തിൻ്റെ അനന്തരാവകാശികളാണ് തൗഹീദിൻ്റെ ആളുകൾ. അവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാർ ക്ഷണിച്ചത് വദ്ദിലേക്കും സുവാഇലേക്കും യഗൂസിലേക്കും യഊഖിലേക്കും നസ്റിലേക്കുമാണ്. നൂഹ് അലൈഹിസ്സലാം ക്ഷണിച്ചത് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹ്, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഇലാഹും, ഒരു ദൈവവുമില്ല, ഒരാരാധ്യനുമില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഭയാനകമായ ഒരു ദിവസത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉഅ്ബുദുല്ലാഹ്, അല്ലാഹുവിലേക്കാണ്.
ഇതാണ് ബെസ്റ്റ് സ്പീച്ച്, ഇതാണ് ബെസ്റ്റ് വേർഡ്, ഇതാണ് ബെസ്റ്റ് സെൻറ്റൻസ്. ഒമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. വഅമില സ്വാലിഹ, നല്ല അമൽ ചെയ്യുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അനൗൺസ് ചെയ്യുക. സീക്രട്ടല്ല. മുടി മുതൽ അടിവരെ കണ്ടാൽ ഓ ഇത് മുസ്ലിമാണ്, പേര് മുസ്ലിമാണ്, ഹോം മുസ്ലിമാണ്, ബിസിനസ് ഷോപ്പ് മുസ്ലിമാണ്, മാരേജ് മുസ്ലിമിൻ്റെതാണ്, ഡ്രസ്സ് ഇസ്ലാമിൻ്റെതാണ്, താടി ഇസ്ലാമിൻ്റെതാണ്, എല്ലാം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുക. ഇതാണ് ബെസ്റ്റ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്കുമുള്ള സകലമാന നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായ സെൻറ്റൻസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ നോഹ് നബി അലൈഹിസ്സലാം വന്നത് ഗവൺമെൻറ് ചേഞ്ചാക്കാനല്ല, ഗവൺമെൻറ് ചേഞ്ചാക്കാനല്ല, വീടുകൾ ചേഞ്ചാക്കാനല്ല, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാനല്ല, പിന്നെയോ നരകത്തിൽ നിന്ന് ആളുകളെ സ്വർഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ്. അവർക്ക് പുതിയ അക്കമഡേഷൻ, സ്വർഗത്തിൻ്റെ അക്കമഡേഷൻ കൊടുക്കാനാണ്. അതിനെന്ത് വേണം? വദ്ദയെ കാക്കണേ എന്ന ഇസ്തിഗാസ അവസാനിപ്പിക്കണം. അള്ളാഹുവെ സഹായിക്കണേ എന്ന ഇസ്തിഗാസ സ്റ്റാർട്ടാക്കണം. നസ്രാണി ആരോടാ ഇസ്തിഗാസ ചെയ്യുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ലിസൺ ഹിയർ. ഈസാ നബി അലൈഹിസ്സലാമിനോടാണ്. ഉസ്താദ് വന്നിട്ട് നസ്രാണിയോട് പറയുന്നു, മോനെ ഇസ്ലാം ആകണം. ഓ റെഡി, ഇസ്ലാമായി. എന്നിട്ട് ഉസ്താദ് പറയാം നമുക്കൊന്ന് ഉള്ളാളത്ത് പോകണം. അതെന്തിനാ? ഉള്ളാളം സെയ്ദ് മദനിയോടൊന്ന് ഇസ്തിഗാസ ചെയ്യാം. അപ്പോൾ ഈ ആസ്കിങ്, എന്തിനാ ഞാൻ ചേഞ്ചായത്? ഈസാ നബിയാണോ സെയ്ദ് മദനിയാണോ ബെസ്റ്റ്? ഈസാ നബിയാണ്. ഈസാ നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്താൽ കാഫിർ. ഉള്ളാളം മദനിയോട് ഇസ്തിഗാസ ചെയ്താലോ മുസ്ലിം, പ്യുവർ മുസ്ലിം, 22 ക്യാരറ്റ് മുസ്ലിം ആണോ? അല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചേഞ്ച് നരകത്തിൽ നിന്ന് നരകത്തിലേക്കല്ല, നരകത്തിൽ നിന്ന് നരകത്തിലേക്കല്ല, ഫ്രം ഹെൽ ടു ഹെൽ. നോ, പിന്നെയോ സ്വർഗത്തിലേക്കാണ്. മറിയം ബീവിയെ സഹായിക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യുന്ന നസ്രാണിയോട് ഉസ്താദ് പറയുന്നു റോങ്, ഷിർക്ക്. മൊനമ്പത്തെ ബീവിയെ സഹായിക്കണേ, മംഗലാപുരം ഷേഖ സാഹിബ ബീവിയെ കാക്കണേ, അതാണ് റൈറ്റ്. ശരിയാണോ? അല്ല. മറിയം ബീവിയോടും മൊനമ്പത്തെ ബീവിയോടും ഈസാ നബിയോടും മൊഹീദ്ദീൻ ഷേഖിനോടും എല്ലാവരോടുമുള്ള ഇസ്തിഗാസ ഇബ്രാഹിം നബിയോടുള്ള ഇസ്തിഗാസ പോലെ ഷിർക്ക്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ആരോടാ ഇസ്തിഗാസ ചെയ്തത്? അള്ളാഹുവിനോടും സെക്കൻഡറി ആയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും. ഉസ്താദ് പറയുന്നത് ഫണ്ടമെൻ്റലായ ഇസ്തിഗാസ ഇബ്രാഹിം നബിയോടാണ്, അതാണ് ബെസ്റ്റ്. അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്താൽ ലോക്കൽ KSRTCയിൽ പോകുന്നത് പോലെയാണ്. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യലോ ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. നമ്മൾ ഏത് സെലക്ട് ചെയ്യും? കോമൺ സെൻസുള്ള ആൾ ബെൻസ് കാർ സെലക്ട് ചെയ്യും. അതാണ് മൊഹീദ്ദീൻ ഷേഖിനോടുള്ള ഇസ്തിഗാസ എന്ന് ഉസ്താദ് എങ്ങോട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മളെ? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? അള്ളാഹുവിലേക്കാണോ മൊഹീദ്ദീൻ ഷേഖിലേക്കാണോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാവപ്പെട്ടവർക്ക് നമുക്ക് വീടുണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും ഒരു ഷെൽട്ടർ, ഒരു അക്കമഡേഷൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലാൻഡിൽ ലേശം സ്ഥലമുണ്ടോ? 1 സെൻറ്റ് 2 സെൻറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആർക്കാ കൊടുക്കേണ്ടത്? ജീവിച്ചിരിക്കുന്നവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. എന്നാൽ ചില ആളുകൾ മൗത്തായവർക്കാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. ശബരിമല ശാസ്താവിന് വീട്, ഗുരുവായൂരപ്പനൊരു അക്കമഡേഷൻ,
ഈസാ നബിക്ക് അവിടെ കാശ്മീരിൽ അക്കമഡേഷൻ. ഈസാ നബി അവിടെ ആകാശ ലോകത്താണ് ഉള്ളത്. എന്നാലും ഒരു സിമ്പൽ ഉണ്ടാക്കിയിട്ട് അതാണ് ഈസാ നബി എന്ന് പറഞ്ഞിട്ട്. മനമ്പത്ത ബീവി മരിച്ചുപോയി, അവർക്കൊരു വലിയ വീട്, മനോഹരമായ വീട്. ഉള്ളാളം സയ്യിദ് മദനിക്ക് വലിയൊരു മനോഹരമായ വീട്. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ. മരിച്ചാൽ എന്ത് ചെയ്യണം? അള്ളാഹു മൗത്താക്കിയാൽ എന്ത് ചെയ്യണം? ഖബർ. ഖബറാണ് മരിച്ചവരുടെ വീട്. ഖബർ എവിടെയാ? ഭൂമിയുടെ മുകളിലാണോ താഴെയാണോ? താഴെയാണ്. ഖബർ താഴെയാണ്. കെയ്വ്, ഗുഹയാണ്. ഒരു ചെറിയ കിടങ്ങാണ്, 6 അടി താഴ്ചയുള്ള. സിമ്പിൾ. അതിന് പകരം മരിച്ചവർക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കുന്നു. കമ്മിറ്റിക്കാരോട് പറയുകയാണ്, ഒരു പാവപ്പെട്ടവന് വീട് വേണമെന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കും. സയ്യിദ് മദനിക്ക് വീടുണ്ടാക്കാൻ 10 ലക്ഷം, ഗുരുവായൂരപ്പന് 50 ലക്ഷം. അതുപോലെ മരിച്ച ആളുകൾക്ക് പ്രതിമകൾ. അബ്രഹാം ലിങ്കൻ്റെ പ്രതിമ, നവറോജ്, വല്ലഭായ് പട്ടേൽ, അവങ്ങനെയുള്ള ആളുകളുടെ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അവരുടെയൊക്കെ വലിയ പ്രതിമ. എത്ര ക്രോർസ്. അള്ളാഹു പഠിപ്പിച്ചു, സുമ്മ അമാതഹു ഫഅഖ്ബറ. അള്ളാഹു മനുഷ്യനെ മരിപ്പിക്കുന്നു, ഖബറടക്കുന്നു. സിമ്പിൾ. അപ്പോൾ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാം, ക്യാഷുണ്ട്. നിക്കാഹ് നടത്തണം. എന്താ വേണ്ടത്? പെൺകുട്ടിയുടെ വാപ്പ വലിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എൻ്റെ മകൾ ആയിഷയെ 2000 രൂപ മഹർ നിശ്ചയിച്ച് ഞാൻ നിനക്ക് തന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഞാൻ കബൂലാക്കി. ഫിനിഷ്. വാട്ട് ഈസ് ദി എക്സ്പെൻസ്? സിമ്പിൾ. ഖൈറുൻ നിക്കാഹി ഐസറുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും നല്ല ബെസ്റ്റ് മാരേജ് സിംപ്ലക്സ്, ഏറ്റവും സിമ്പിളായതാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? കോടിക്കണക്കിന് റുപ്യ. എത്ര ചിലവ്? 1 crore. ബംഗാരം, ഗോൾഡ്, കാറ്, ഷോപ്പ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നു. അള്ളാഹു പറയുന്നു ഇങ്ങോട്ട് കൊടുക്കാൻ. ആർക്ക്? ആതുന്നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല. നിങ്ങൾ ലേഡീസിന് മഹർ അങ്ങോട്ട് കൊടുക്കണം. ഇബ്ലീസ് പറയുന്നു ലേഡീസിൻ്റെ പക്കൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങണം. ജ്വല്ലറിയിൽ ആരാ പോകുന്നത്? പെൺകുട്ടിയുടെ വാപ്പ. റോങ്. പോകേണ്ടത് ചെറുക്കനാണ്. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനാണ് ജ്വല്ലറിയിൽ പോകേണ്ടത്. അവൻ വാങ്ങട്ടെ 100 പവൻ, അവൻ വാങ്ങട്ടെ 200 പവൻ. അപ്പോൾ അവൻ പറയും ശരി വേണ്ട, നമുക്കൊരു വാഴനാര് മതി, അല്ലെങ്കിലോ ഗോൾഡ് വേണ്ട, ബംഗാരം വേണ്ട, നല്ല കഴുത്താണ്, സൗന്ദര്യമുള്ള ബ്യൂട്ടിയുള്ള കഴുത്താണ്, ബ്യൂട്ടിയുള്ള പെണ്ണാണ്, നോ പ്രോബ്ലം എന്ന് പറയും. ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ മദീനയിലുള്ള എല്ലാ ആളുകൾ എന്ത് ചെയ്തു? മക്കക്കാർക്ക് വീട് കൊടുത്തു, സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. 2 റൂമുള്ളവൻ 1 റൂം, 2 വീടുള്ളവൻ 1 വീട്, അപ്സ്റ്റെയർ ഉള്ളവൻ അപ്സ്റ്റെയർ ഫ്രീ ആയി കൊടുത്തു. ഇവിടെ കമ്മിറ്റിക്കാർ, ജാറത്തിൻ്റെ ദർഗയുടെ മക്കാമുകളുടെ കമ്മിറ്റിക്കാർ മരിച്ചവർക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിയുന്നു. അല്ലാഹു അരുളി സുമ്മ അമാതഹു ഫഅഖ്ബറ. സൂറത്തുൽ അബസയിലെ 21-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കെട്ടിപ്പൊക്കുന്നത് നിരോധിച്ചു. മുസ്ലിമിലെ 970-ാമത്തെ ഹദീസ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൻ യുജസ്സൽ ഖബർ. ഖബർ സിമൻ്റ് ഇടരുത്, കുമ്മായം പൂശരുത്. വാൻ യുഖഅദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കരുത്. വാൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ ബിൽഡിംഗ് ഉണ്ടാക്കരുത്. ഔ യുസാദ അലൈഹി, നസായിലെ 2027-ാമത്തെ ഹദീസ്. ഔ യുസാദ അലൈഹി, ഖബറിൽ ജാസ്തി മണ്ണിടരുത്. ഖബർ കുഴിച്ചപ്പോഴുള്ള മണ്ണ് മാത്രമേ ഖബറിൻ്റെ മുകളിൽ ഉണ്ടാകാവൂ. ശ്രദ്ധിക്കുക, സെലഫികൾ ശ്രദ്ധിക്കുക.
ഖബറിലുള്ള മണ്ണ്, ഖബറിൽ നിന്നെടുത്ത മണ്ണ് മാത്രമേ ഖബറിന് മുകളിലുണ്ടാകാവൂ. ഒരു ചാൺ, ഒരു ചാൺ, ഇതാ കണ്ടില്ലേ, ഒരു ചാൺ, അതിലപ്പുറം ഉണ്ടാകരുത്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ യുക്തബ അലൈഹി, അതിന്മേൽ എഴുതി വെക്കരുത്, എഴുതി വെക്കരുത്. എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഒരു 786 എഴുതി വെക്കും, ബിസ്മി എന്ന് എഴുതി വെക്കും, അല്ലെങ്കിൽ പേരെഴുതി വെക്കും. ഹറാം. അപ്പോൾ നമ്മൾ കല്ല് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കല്ല് വെക്കാം, മീസാൻ കല്ല്. ആ കല്ല് നമ്മൾ നോക്കണം അവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന്. ആരാ എഴുതിയത്? ഇബ്ലീസ്. റസൂലുള്ളാഹി പറഞ്ഞു വഅൻ യുക്തബ അലൈഹി, എഴുതി വെക്കരുത്. ഔ യുജ്ലസ് അലൈഹി, അതിന്മേൽ ഇരിക്കരുത്. ഇതെല്ലാം റസൂലുള്ളാഹിൻ്റെ ഓർഡറാണ്. നമ്മുടെ ദർഗകളിൽ, മക്കാമുകളിൽ, ജാറങ്ങളിൽ നേർച്ചകൾ, പൂരങ്ങൾ, മഹോത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, അപവാണിഭം, ഉറൂസ് മുബാറക്ക്, ചന്ദനക്കുടം, അവിടെ മെജോറിറ്റി ലേഡീസോ ജെൻസോ? ലേഡീസ്. അവർ എവിടെയാണ് ഇരിക്കേണ്ടത്? ഉസ്താദ് പറയുന്നു വീടിൻ്റെ ഉള്ളിലാണ് ഇരിക്കേണ്ടത്. ദർഗ വീടാണോ? ആണോ? അല്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാറാത്തിൽ ഖുബൂർ. തിർമിദിയിലെ 1056 ഹദീസ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാറാത്തിൽ ഖുബൂർ. ഖബറുകൾ സന്ദർശിക്കുന്ന, ഖബർ സിയാറത്ത് ചെയ്യുന്ന ലേഡീസിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. എപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് വർഷത്തിൽ, ഇയർലി, മന്ത്ലി എവിടേക്ക് പോവുക? കേരളത്തിൽ നിന്ന് മലബാർ ട്രെയിനിൽ, അതുപോലെ ട്രെയിനുകളിലൊക്കെ നിറയെ ലേഡീസും ജെൻസും ഉണ്ട്. എന്തിനാ വരുന്നത്? മക്കളില്ല. അപ്പോൾ ഇവിടെ എന്താ, ഉള്ളാളത്ത് ഹോസ്പിറ്റലുണ്ടോ? ഉണ്ടോ? ലേഡീസിനുള്ള ഹോസ്പിറ്റലുണ്ടോ? ഇല്ല. പിന്നെന്താ? തങ്ങളുണ്ട്. തങ്ങൾക്ക് മക്കളുണ്ടോ? ഇല്ല. പിന്നെ തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ മക്കളുണ്ടാകും. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്കൊരു കുട്ടിയെത്താ. ആര്? നബിമാർ. സക്കരിയ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ നല്ലൊരു സന്താനത്തെത്താ. യഹബു ലിമൻ യശാഉ ഇനാസൻ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്നു, ഗേൾസിനെ കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ സുക്കൂറ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ബോയ്സിനെ കൊടുക്കുന്നു. ഔ യുസവ്വിജുഹും സുക്റാനം വ ഇനാസ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ബോയ്സിനെയും ഗേൾസിനെയും കൊടുക്കുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മച്ചികളാക്കുന്നു, മക്കളില്ലാത്തവരാക്കുന്നു. ആരോട് ദുആരക്കണം? ആരോട് ഇസ്തിഗാസ ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന ലേഡീസിനെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഉമ്മ, മകള്, വൈഫ്, സിസ്റ്റർ, ഹസ്ബൻഡിൻ്റെ കൂടെ, ബ്രദറുടെ കൂടെ, ഫാദറിൻ്റെ കൂടെ, മകൻ്റെ കൂടെ പോകുമ്പോൾ ഉസ്താദ് പറയുന്നു ഹറാം. ഉസ്താദ് ലേഡീസിനെയും ജെൻസിനെയും കൊണ്ട് ഉംറക്ക് പോകുന്നു. എവിടേക്കാ? മസ്ജിദുൽ ഹറാമിലേക്ക്, പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക്. അല്ലേ? ആണ്. അപ്പോൾ ലഅനല്ലാഹു സവാറാത്തിൽ ഖുബൂർ, ഖബർസ്ഥാൻ ധാരാളമായി സന്ദർശിക്കുന്ന ലേഡീസിനെ അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അവിടേക്ക് ഉസ്താദ് ലേഡീസിനെയും കൊണ്ടുപോകുന്നു. ബാപ്പ മകളെയും കൊണ്ടുപോകുന്നു, ഉമ്മയെയും കൊണ്ടുപോകുന്നു, പെങ്ങളെയും കൊണ്ടുപോകുന്നു. ശപിക്കപ്പെട്ട സ്ഥലമല്ലേ? അല്ലേ? ആണ്. ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ, ആണുങ്ങളുടെ ബെസ്റ്റ് ലൈൻ സഫ്, ഫസ്റ്റ് സഫ്.
വഖൈറു സുഫൂഫിർ നിസാഇ, ലേഡീസിൻ്റെ ഫസ്റ്റ് സഫ്, ആഖിറുഹ, ലാസ്റ്റ്. എപ്പോൾ? ഒരേ റൂമാകുമ്പോൾ. ഒരേ റൂമാണെങ്കിൽ വേറെ ചുമരില്ലെങ്കിൽ, വേറെ കർട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് വരുന്ന ജെൻസ് മുന്നിലിരിക്കണം, ഫസ്റ്റ് വരുന്ന ലേഡീസ് ഏറ്റവും ബാക്കിലിരിക്കണം. മുസ്ലിമിലെ 440 ഹദീസ്. ഖൈർ, ഏറ്റവും ബെസ്റ്റ്. പള്ളിയിൽ വെച്ചൊരു ക്ലാസ് കേട്ടാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. എന്നിട്ട് ലേഡീസിനോട് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് ദർഗായിലേക്ക് പോകുന്നു. അവിടെയോ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാറാത്തിൽ ഖുബൂർ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്താൽ ഷിർക്ക് അല്ലാഹു മാപ്പാക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഷിർക്ക് അല്ലാഹു പൊറുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ളത് അല്ലാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. നിസാ 48, നിസാ 116 ആയത്തുകൾ. ഷിർക്ക് പൊറുക്കാത്ത പാപം. ആ പാപത്തിലേക്ക് ആരാ കൊണ്ടുപോകുന്നത്? സ്വാമി പറഞ്ഞിട്ട് നമ്മൾ ശ്രീരാമനെ ആരാധിച്ചോ? ഇല്ല. ഫാദർ പറഞ്ഞിട്ട്, പ്രീസ്റ്റ് പറഞ്ഞിട്ട്, അച്ഛൻ, പള്ളിയിലച്ഛൻ പറഞ്ഞിട്ട്, ക്രിസ്ത്യൻ പാതിരി പറഞ്ഞിട്ട് നമ്മൾ ഈസാ നബിയോട് ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. ഉസ്താദ് പറഞ്ഞിട്ട് നമ്മൾ ദർഗായിലും ജാറങ്ങളിലും മക്കാമുകളിലും പോയി ഇസ്തിഗാസ ചെയ്യുന്നു ആളുകൾ. ഷിർക്ക്. ആരാണ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആരാണ് നമ്മുടെ സ്വർഗം നശിപ്പിക്കുന്നത്? അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ഇതാ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കോവർക്കേഴ്സ്, നമ്മുടെ പാർട്ട്ണർമാർ, നമ്മുടെ ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ ഡ്രൈവർമാർ, നമ്മുടെ വീട്ടിലെ സെർവൻ്റ്, അവരിൽ പലരും ഷിർക്കിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഇസ്ലാം അല്ല, തൗഹീദ് ഇല്ല. അള്ളാഹുവിനേക്കാൾ മഹബ്ബത്ത് ദർഗയിലെയാണ്. അപ്പം എന്ത് ചെയ്യണം? അവരോട് പറയണം തൗഹീദ്, ഇസ്ലാം. അള്ളാഹിനോട് ദുആ ചെയ്യ്, അള്ളാഹുവിനോട് പറ, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൂറത്ത് യൂനുസിനെ 18-ാമത്തെ ആയത്ത്. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. യാതൊരു ഉപദ്രവവും ചെയ്യാത്ത, യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കളെ അവർ ഇബാദത്ത് ചെയ്യുന്നു. വയഖൂലൂൻ, അവർ പറയുന്നു, ഹഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിങ്കൽ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. അത്രയേ ഉള്ളൂ. എന്തിനാ ഇബ്രാഹിം നബിയെ സഹായിക്കണമെന്ന് ഇസ്തിഗാസ ചെയ്തത്? റെക്കമെൻഡേഷന് വേണ്ടി. ഓണറാരാ? അള്ളാഹുവാണ്, നോ ഡൗട്ട്. ഇബ്രാഹിം നബി ഓണറല്ല. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശഭൂമികളുടെതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഓണറാരാ? അള്ളാഹുവാണ്. റെക്കമെൻഡ് ചെയ്യുന്ന മിനിസ്റ്റർ ആരാ? MLA ആരാ? അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു അരുളി ഷിർക്ക് പാടില്ല.
കലിമ ചൊല്ലുന്നതിന് മുമ്പ് സഹാബ ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്തു. കലിമ ചൊല്ലിയപ്പോൾ സ്റ്റോപ്പ്, അള്ളാഹുവെ സഹായിക്കണേ എന്ന് മാത്രമാക്കി. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹിമഹുല്ലാ റാസി തങ്ങൾ പറഞ്ഞു, വനളീറുഹു ഫി ഹാദ സമാൻ, ഇന്നത്തെ കാലത്ത് ജസ്റ്റ് ലൈക്ക് അതുപോലെ തന്നെയാണെന്ത് ഖബറുകളെ ബഹുമാനിക്കുന്നത് അപ്പറഞ്ഞതുപോലെ ശിർക്കാണ്. ഖബറുകളെ ബഹുമാനിച്ചാൽ യകൂനൂന ശുഫആ, ആ ഖബറിലുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഇന്നത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. അപ്പം അത് ശിർക്ക് തന്നെയാണ്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ തുടങ്ങി നേർച്ചയാടുകളെ, നേർച്ച മൃഗങ്ങളെ അയക്കുന്ന ജാഹിലിയ കാലത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഇമാം സാവി തങ്ങൾ റഹിമഹുല്ല പറഞ്ഞു, മിസ്ലു ദാലിക ഫിൽ ഹുർമത്തി, അതുപോലെ ഹറാമാണ്. എന്ത്? ഏതെങ്കിലും ഒരു വലിയൻ്റെ പേരിൽ ഇവർ ആടിനെ നേർച്ചയാക്കുന്നു, മാടിനെ നേർച്ചയാക്കുന്നു, എന്നിട്ട് തൗക്കുലു മിൻ അംവാലിന്നാസ്, ജനങ്ങളുടെ മുതൽ തിന്നുന്നു, നെല്ല് തിന്നുന്നു, എല്ലാം ഭക്ഷണം കഴിക്കുന്നു. ലാ യതഅറദു ലഹ അഹദുൻ, ആരും തടയുകയില്ല. ആരെങ്കിലും തടഞ്ഞാലോ അവർ പറയും ഇതാ ഔലിയാക്കന്മാരെ ഇഷ്ടമില്ലാത്ത വഹാബിയാണ് എന്ന് പറയും. അല്ലാഹു അക്ബർ. ഇത് ജാഹിലിയ്യ കാലത്ത് ബിംബങ്ങൾക്ക് നേർച്ച നേർന്ന് ആടുകളെ വിടുന്നു. നേർച്ചയാട്, മൊഹിദ്ദീൻ ഷേഖിൻ്റെ ആട്, ഉള്ളാളന്തങ്ങളുടെ ആട്, അങ്ങനെ അവരുടെ ആട് ഇവരുടെ ആട് എന്ന് പറഞ്ഞിട്ട് അയക്കുന്നു. ഇത് ശിർക്കാണ്. അതുകൊണ്ട് ഈ ശിർക്കിനെതിരെ നമ്മൾ രംഗത്തിറങ്ങണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത് മുസ്ലിമിലെ 969 ഹദീസിൽ നമുക്ക് കാണാം. എന്താ? അല്ലാ തദ തിംസാലൻ ഇല്ലാ തമസ്ത, ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. ഡിസ്ട്രോയ്, എല്ലാം തകർക്കണം. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും നിരപ്പാക്കാതെ വിടരുത്. ഭൂമിയോട് നിരപ്പാക്കണം എല്ലാ കെട്ടിപ്പൊക്കിയ ഖബറും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലീനെ ഏൽപ്പിച്ചു. ഭരണാധികാരിയാണ്, സർക്കാരാണ് ചെയ്യേണ്ടത്, നമ്മളല്ല, പേഴ്സണലല്ല. പിന്നെയോ കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. കമ്മിറ്റി, അതാത് കമ്മിറ്റി. നമ്മൾ പോയിട്ട് ജാറം പൊളിക്കാൻ പാടില്ല, ദർഗ പൊളിക്കാൻ പാടില്ല. അവരോട് പറയണം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്അസുക അലാ മാ ബഅസനി റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂല് എന്നെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി ഞാനിതാ താങ്കളെ ഏൽപ്പിക്കുന്നു. എന്താണ്? അല്ലാത്തത് തിംസാലനില്ലാത്ത മസ്ത, ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. വിളക്ക് കത്തിക്കാൻ പാടില്ല. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൻ്റെ അസവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വൽഖിബാബില്ലതി അലൈഹാ, ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, അതിൻ്റെ മുകളിലുള്ള കുബ്ബകൾ, അത് പൊളിക്കാൻ വേഗം പോകണം, ഫാസ്റ്റായിട്ട് പോകണം, സഡൻലി പോകണം, താമസിക്കരുത്. ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ലിറാർ, മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ലിറാറിനേക്കാളേറെ മോശമാണ്, ഉപദ്രവകരമാണ്, തെറ്റാണ്, തിന്മയാണ്. അവിടെയുള്ള ലൈറ്റുകളൊക്കെ വേഗം ഓഫാക്കണം, ലൈറ്റുകൾ തകർക്കണം, നീക്കണം. വിളക്കുകൾ, നിലവിളക്കുകൾ, ട്യൂബ്, ബൾബ്, വർണ്ണ ബൾബുകൾ ഒക്കെ നീക്കണമെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ റഹിമഹുല്ലാ പറയുന്നു. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ ഉപദേശിക്കണം. ഇത് ശിർക്കാണ്. ദേഷ്യത്തോടെയല്ല, കോപത്തോടെയല്ല, ഇത് ശിർക്കാണ്. ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം. ഇതാ
മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉറൂസുകൾ, ദർഗകൾ, മക്കാമുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവരെ പരിചയമുണ്ടോ? കമ്മിറ്റിക്കാരെ പരിചയമുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ? അവിടെ പോകുന്ന ആൾക്കാർ, റിലേറ്റീവ്സ് ഉണ്ടോ? ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ? എല്ലാം പറയണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മസ്ജിദ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗംഭീരമായി പള്ളി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാനുള്ള സ്ഥലം, ലേഡീസിനുള്ള സ്ഥലവും ജെൻസിനുള്ള സ്ഥലമൊക്കെ ജാസ്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിനെ സഹായിച്ചു. ഇനിയും ഹെൽപ്പ് കൊടുക്കണം. പിന്നെ പള്ളിയുടെ പരിപാലനം, മാനേജിങ്, വീക്കിലി നമുക്ക് നല്ല എമൗണ്ട് വേണം. എല്ലാവരും എല്ലാ ആഴ്ചയും സഹായിക്കണം. കൺസ്ട്രക്ഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മൻ ബനാ ലില്ലാഹി ബൈത്തൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നമുക്ക് തരും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകളും ഇബാദത്തുകളും കൂടുതൽ ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. ഈ പള്ളിയിലേക്ക് അള്ളാഹുവെ ജനഹൃദയങ്ങളെ നീ ആകർഷിക്കുമാറാകണേ. രോഗികൾക്കെല്ലാവർക്കും അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ പാപികളാണ്, പൊറുത്തു തരണേ. പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ റബ്ബേ. ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണേ. ശിർക്കിനെയും ബിദ്അത്തിനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവേ ഇൽമും ആഫിയത്തും നൽകുമാറാകണേ. ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ആയത്തുകളും ഹദീസുകളും ബൈഹാർട്ടാക്കി അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.